ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു നഗ്നമായ സത്യമാണ്. ഇത് ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസ്കംഫോർട്ട് തോന്നാം. പക്ഷെ നമ്മൾ ഈ സത്യം തിരിച്ചറിഞ്ഞാലാണ് നമ്മളെ ജീവിതത്തിലെ പല ദുഃഖങ്ങളെയും അവസാനിപ്പിക്കുവാൻ പറ്റൂ. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചൊരു സത്യമാണ്. ചെറിയൊരു വീഡിയോ ആണ് ഞാനിന്ന് ഇടാൻ പോകുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കുറിച്ച് മനസ്സിൽ സങ്കല്പിച്ചിട്ടില്ലെങ്കിലും ഒരിക്കലും നെഗറ്റീവായിട്ട് സങ്കല്പിക്കരുത്. അതായത് നമ്മൾ പല സമയത്ത്, ഇപ്പം ഞാനൊക്കെ എന്ത് ചെയ്തു, പല സമയത്തും ഞാൻ ചെറുപ്പത്തിൽ തന്നെ പലതും പേടിച്ചു. കുറച്ച് പഠിക്കുന്ന സമയത്തൊക്കെ പലരെയും കണ്ടിട്ട് ഇങ്ങനെ ആവരുത്, ഒരിക്കലും നമ്മൾ അവരെ പോലെ ആവരുത്. പലതരത്തിലും ജീവിതത്തിൽ പരാജയപ്പെട്ടവരെ കണ്ടിട്ടും പലതരത്തിലും പല ദുഃഖങ്ങളും അനുഭവിക്കുന്നവരെ കണ്ടിട്ടും ഞാനന്ന് ഡിസിഷൻ എടുത്തു, അങ്ങനെ ആവരുത്, ഒരിക്കലും അങ്ങനെ ആവരുത്. അല്ലെങ്കിൽ അങ്ങനെ ആവുമോ എന്നൊരു പേടി മനസ്സിലുണ്ടായിരുന്നു എപ്പോഴും എനിക്ക്, പലതും. അങ്ങനെ ഞാൻ എന്തൊക്കെ പേടിക്കുകയോ അല്ലെങ്കിൽ ആവുമെന്ന് വിചാരിക്കുകയോ ചെയ്തു, അതെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ തിരിച്ചറിഞ്ഞത് പിന്നെ കുറേ വൈകിയാണ്. അതിനുശേഷം ഞാൻ അതിൽ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ അത് മാറാനും തുടങ്ങി. സത്യത്തിൽ നമ്മൾ തന്നെയാണ് നമ്മളെ ജീവിതത്തിലെ പലതിനെയും ആകർഷിക്കുന്നത്. പോസിറ്റീവിന് പകരം നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത് നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് എനിക്കിങ്ങനെ വരുമോ എന്നുള്ള പേടി, ഞാൻ എങ്ങനെ ആയിത്തീരുമോ, ഇതെല്ലാം നമ്മൾ പോസിറ്റീവ് തിങ്കിങ് പോലെ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ പോലെ തന്നെ നമ്മൾ ആലോചിച്ച് വരുത്തുകയാണ് ഓരോ കാര്യങ്ങളെയും നമ്മളുടെ അടുത്തേക്ക്. എൻ്റെ ജീവിതം പരാജയപ്പെടുമോ, എനിക്ക് രോഗങ്ങൾ വരുമോ, ഒരു ക്യാൻസർ രോഗിയോ അല്ലെങ്കിൽ ഇത് കണ്ട അയ്യോ ദൈവമേ എനിക്കങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല ക്യാൻസർ, അല്ലെങ്കിൽ പേടി എനിക്കും ഇതുപോലെ ക്യാൻസർ വരുമോ, ഇങ്ങനെ പേടിച്ച് ദിവസങ്ങൾ നിൽക്കുക. അപ്പോൾ അവർ സത്യത്തിൽ അതിനുള്ള അവസരങ്ങൾ ആകർഷിക്കുകയാണ് ക്യാൻസർ വരുത്താനുള്ളത്. ഇപ്പോൾ പണ്ട് പല ഇതിൽ ഹിന്ദു പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, ദൈവം ഭക്തന്മാരുടെ മുമ്പിൽ മാത്രമല്ല പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്, ദൈവത്തിനെ എതിർത്ത് ദൈവത്തിനെ എന്നും തെറ്റായി കണ്ടുകൊണ്ട് ദൈവത്തിനെതിരെ തിരിഞ്ഞവർക്ക് മുൻപിലും ദൈവം പ്രത്യക്ഷപ്പെട്ടു. അതായത് രണ്ട് തരത്തിലായാലും, നിങ്ങൾ നെഗറ്റീവായിട്ടാണോ ഒരു സാധനത്തിനെ കാണുന്നത്, പോസിറ്റീവായിട്ടാണ് കാണുന്നത്, എനിക്ക് തോന്നുന്നു കൂടുതൽ എഫക്റ്റ് നെഗറ്റീവിനായിരിക്കും. നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് എതിർക്കുമ്പോഴും പേടിക്കുമ്പോഴും ആവരുത് എന്ന് വിചാരിക്കുമ്പോഴും ഒരു കാര്യം അങ്ങനെ ഒരിക്കലും ഞാൻ ആവാൻ പാടില്ല, എൻ്റെ ജീവിതം അങ്ങനെ ആവുകയേ ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മളൊരു ചിത്രം മനസ്സിൽ കാണുമ്പോഴോ ശരീരത്തിൽ അതിൻ്റെ ഫീലിങ്സ് കൊണ്ടുവരുമ്പോഴോ നമ്മൾ അതിനെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അകറ്റല്ല ചെയ്യുന്നത്. അതൊരു പക്ഷേ പോസിറ്റീവായിട്ട് നമ്മൾ ഹെൽത്തി, ഞാനൊരു ആരോഗ്യവാനാവണം എന്ന് മനസ്സിൽ ചിന്തിച്ച് വിഷ്വലൈസ് ചെയ്യുന്നതിനേക്കാളും ഒരുപക്ഷെ പവർഫുള്ളായിരിക്കും എനിക്ക് ആ രോഗം വരരുത്, എനിക്ക് ക്യാൻസർ വരാൻ പാടില്ല, ഞാൻ ഒരിക്കലും ഒരു ക്യാൻസർ രോഗിയാവരുത്, എനിക്ക് ക്യാൻസർ വരുമോ, അതിന് പേടിയാണ്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. ഇങ്ങനെ നിരന്തരം ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ, ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്, എൻ്റെ അനുഭവമാണ് ജീവിതത്തിൽ. പലതിനെയും ഞാൻ ആകർഷിച്ചതായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പല പരാജയങ്ങളും. കാരണം ഞാൻ അങ്ങനെ ആവരുത് എന്ന് ചിന്തിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും, എങ്ങനെ ആവരുത്, എങ്ങനെ രോഗം വരരുത്, അങ്ങനെ പലതും. അതുകൊണ്ട് ഈ വീഡിയോ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ ഒരു വിഷ്വലൈസേഷനോ അല്ലെങ്കിൽ മനസ്സിൽ കാണുകയോ അതിനെ ഫീൽ ചെയ്യുകയോ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരിക്കലും നെഗറ്റീവായിട്ട് ചെയ്യരുത്. ആ നെഗറ്റീവായിട്ട് ചെയ്യാതിരുന്നാൽ തന്നെ ബാക്കിയുള്ളത് പോസിറ്റീവായിക്കോളും. നെഗറ്റീവിനെ മാറ്റി നിർത്തിയാൽ മതിയല്ലോ. നെഗറ്റീവായ കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുമ്പോൾ തന്നെ ബാക്കി അവിടെ പോസിറ്റീവായിരിക്കാം അല്ലെങ്കിൽ ന്യൂട്രലായ ഒരു കാര്യമായിരിക്കാം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ആവരുത്, ഞാൻ അങ്ങനെ ആവില്ല എന്നെല്ലാം നിരന്തരം കാണുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ മനസ്സിൽ ഫീൽ ചെയ്യുകയോ പേടിക്കുകയോ എനിക്കങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, ഞാൻ അങ്ങനെ ഒരിക്കലും ദരിദ്രവാനായി തീരരുത്, എൻ്റെ ജീവിതാവസാനം എനിക്ക് പൈസ ഇല്ലാതെയാവാൻ പാടില്ല, ഞാൻ തോൽക്കാൻ പാടില്ല, ഇങ്ങനെയൊരു പേടി നിരന്തരം ഇതെല്ലാം വരുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ അതിനെ കൂടുതൽ ആകർഷിക്കുകയാണ് ചെയ്യുക എന്നാണ്. ആ വഴിയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്യുക. ആ വഴി, അതായത് തോൽവിയുടെയോ ദാരിദ്ര്യത്തിൻ്റെയോ അനാരോഗ്യത്തിൻ്റെയോ പരാജയങ്ങളുടെയോ വഴിയിലേക്ക് നമ്മൾ കൂടുതൽ ശക്തമായി എത്തിപ്പെടും. പോസിറ്റീവിനെക്കാട്ടിലും പവർ നെഗറ്റീവിന് കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഫീലിങ്ങിന്, പേടിക്ക്, ഭയം, സ്ട്രെസ്സിന്. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിൽ നെഗറ്റീവായ കാര്യങ്ങളെ വിഷ്വലൈസ് ഒരിക്കലും ചെയ്യാതിരിക്കുക. പോസിറ്റീവ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നെഗറ്റീവ് ഉണ്ട് എന്നറിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ തിരുത്തുകയും അങ്ങനെ ചിന്തിക്കാതിരിക്കുകയും അതിൻ്റെ ഓപ്പോസിറ്റായ പോസിറ്റീവായ കാര്യത്തിനെക്കുറിച്ച് മനസ്സിൽ ചിത്രം കാണുകയോ ഫീൽ ചെയ്യുകയോ അതുപോലെ അതിനെ സ്വപ്നം കാണുകയോ ചെയ്യുക. ഒരിക്കലും ആവരുത്, ആയിത്തീരരുത്, എത്തരുത്, പരാജയപ്പെടരുത്, ഇങ്ങനത്തെ
കാര്യങ്ങളെ ഫീൽ ചെയ്യേ, പേടിക്കേ, ഇതോ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക്, ഒരു പ്രാവശ്യം ചെയ്യുന്നതല്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.